ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും അജികുമാറിന്റെയും ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി നാളെ വിധി പറയും. രണ്ട് പ്രതികൾക്കുമെതിരെ ശക്തമായ തെളിവുകളുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം ജാമ്യം ആവശ്യപ്പെടുന്നത്. ജാമ്യാപേക്ഷയിന്മേലുള്ള വാദത്തിൽ പ്രതികൾക്കെതിരെ 2019 സ്വർണ്ണക്കവർച്ചയുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കുന്ന ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. PS പ്രശാന്ത്, അജികുമാർ എന്നിവർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിലെ ദുരൂഹത, ഇതു സംബന്ധിച്ച ഫോൺ രേഖകൾ, ഇവരുടെ നേരിട്ടുള്ള ബന്ധം, സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ദ്വാരപാലക ശില്പപാളികൾ കൊണ്ടുപോകുവാനുള്ള അനുമതി, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലെ 40 വർഷത്തെ വാറന്റി തുടങ്ങി നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന തെളിവുകളാണ് വിജിലൻസ് കോടതിക്ക് മുൻപിലുള്ളത്. 2025 സ്വർണ്ണക്കവർച്ച മൂടിവെക്കാൻ ശ്രമം നടന്നതുമായി ബന്ധപ്പെട്ട വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇക്കഴിഞ്ഞ ജൂലൈ 23 ഇരുവരെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തു. പ്രതികൾക്കെതിരെ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. നിലവിൽ PS പ്രശാന്തും അജികുമാറും റിമാൻഡിൽ കഴിയുകയാണ്. 19 തീയതി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ സെപ്റ്റംബർ 1 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിനിടയിൽ പ്രതികൾ സമർപ്പിച്ച ജാമ്യഹർജിയും കോടതി പരിഗണിച്ചു. ഇരുവാദങ്ങളും കേട്ട കോടതി നാളെയാണ് ജാമ്യഹർജികളിൽ വിധി പറയുക. സ്വർണ്ണമേറ്റെടുത്തതുമായി ബന്ധപ്പെട്ട വ്യാജ കരാർ നിർമ്മിച്ചതിൽ പ്രതികൾ പങ്കാളികളാണെന്ന് പ്രോസിക്യൂഷൻ വാദമുണ്ട്. അതേസമയം ഗൂഢാലോചന നടന്നിട്ടില്ലെന്നും റിമാൻഡിൽ കഴിയുന്ന തങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം വാദം. ജനം, കൊല്ലം.